ഹലോ മക്കളെ, അപ്പോൾ ആ +1 അക്കൗണ്ടൻസിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഇത്, നമ്മുടെ ട്രയൽ ബാലൻസ് അല്ലേ. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം, കാരണം എല്ലാ എക്സാമിനും ട്രയൽ ബാലൻസ് നിങ്ങളോട് ചോദിച്ചിരിക്കും. ഒന്ന് സിമ്പിളായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്കും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പം ട്രയൽ ബാലൻസ് ചെയ്യാൻ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. സാറ് പറഞ്ഞുതരാം. യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അക്കൗണ്ടിങ്ങിൻ്റെ റൂളുകൾ. ആ റൂളിലുള്ള ഓരോ കാര്യങ്ങളും ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ നമ്മൾ റെക്കോർഡ് ചെയ്യുക എന്ന് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. യെസ്, അത് ഇത്ര മാത്രമേ ഉള്ളൂ. യെസ്, ഒന്നാമത്തേതാണ് അസറ്റ്. ഓക്കെ, അസറ്റിന് എപ്പോഴും എന്ത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും എന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഡെബിറ്റ് സൈഡിലാണ് അസറ്റിൻ്റെ ബാലൻസ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ദെൻ അടുത്തതാ ഒരു ഐറ്റം കൂടെ ഉണ്ടല്ലോ. യെസ്, എക്സ്പെൻസസ്. ഓക്കെ, അറിയാലോ എക്സ്പെൻസസിനും എന്ത് തന്നെയാണ് നമ്മൾ റൂൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് അസറ്റും എക്സ്പെൻസുകളൊക്കെ എന്താണ്? യെസ്, നമ്മൾ ഡെബിറ്റ് അല്ലെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, അത് തന്നെ ഓർത്ത് വെച്ചോളാം. ഓക്കെ, ദെൻ അതിന് ശേഷം വരുന്ന ഐറ്റംസ് ഏതൊക്കെ? LIC. ഏതായിരുന്നു LIC? നമ്മുടെ ലാബിലിറ്റി ഉണ്ട്. ഓക്കെ, ദെൻ ഇൻകം ഉണ്ട്. ദെൻ ലാസ്റ്റ് ക്യാപിറ്റൽ ഉണ്ട്. ഇതിന് മൂന്നിനും എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും എന്നോർത്ത് വെച്ചോളാം. ഇത്രയേ ഉള്ളൂ. ഇതാണ് എന്തെന്ന് ട്രയൽ ബാലൻസിൻ്റെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം. അപ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഏതായിരിക്കും? ഒരു ഐറ്റം അല്ലേ, നമുക്ക് തരുന്ന ഒരു ഐറ്റം അസറ്റ് ആണോ, ഇതൊരു എക്സ്പെൻസ് ആണോ, ഇതൊരു ലാബിലിറ്റി ആണോ, ഇതൊരു ഇൻകം ആണോ എന്നുള്ളതിനെ കുറിച്ചായിരിക്കും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുക. റെഡി? അതുകൊണ്ടാണ് സാറിത നമ്മളെ ആദ്യത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സാറിത ഇങ്ങനെ ഒരു ടേബിൾ മകൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. റെഡി? നിങ്ങൾ പരിചയപ്പെട്ടിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട യെസ് നിങ്ങൾക്ക് +1 അക്കൗണ്ടൻസിയിൽ ചോദിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ യെസ് എന്താണ് വായിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് യെസ് നിങ്ങൾ ടെക്സ്റ്റിലും അതുപോലെ തന്നെ നോട്ടിലും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്ന കുറച്ച് അസറ്റുകളെയും ലാബിലിറ്റിയും ഇൻകത്തിനെയും എക്സ്പെൻസിൻ്റെയും ഒരു ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെൻസ്, അസറ്റ്, ഇൻകം അതുപോലെ തന്നെ ലാബിലിറ്റി ഇതിലൊക്കെ എന്താണ് നമുക്ക് ഒരു കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ടത് സാർ അവിടെ കൂടി മാറി നേരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ ഒരു തവണയെങ്കിലും വായിച്ചിരിക്കുക. യെസ്, ഇതിലെ ഐറ്റംസ് നിർബന്ധമായിട്ടും ക്വസ്റ്റ്യനിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ യെസ് ഇത് അസറ്റാണ്, ഇത് ലാബിലിറ്റിയാണ്, ഇത് ഇൻകമാണ്, ഇത് എക്സ്പെൻസ് ആണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. അത് തിരിച്ചറിഞ്ഞാൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് ട്രയൽ ബാലൻസ് ചെയ്യാൻ സിമ്പിളാണ്. കാരണം അസറ്റും എക്സ്പെൻസിനും എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. മറ്റു 3 ഐറ്റംസിനും ഇൻകത്തിനും ക്യാപിറ്റൽ ദെൻ ലാബിലിറ്റി അതിന് എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും എന്ന് മാത്രം മക്കൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ, ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് എക്സാമിന് വാങ്ങാൻ പറ്റും. അത്രയ്ക്കും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. സോ അത് തെറ്റിക്കാൻ പാടില്ല. ഓക്കെ അല്ലേ? ബൈ.